ഇടിഞ്ഞു താഴ്ന്ന റോഡ് നന്നാക്കാൻ നടപടിയില്ല. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിൽ രാജാക്കാടിന് സമീപത്താണ് റോഡ് ഇടിഞ്ഞു താഴ്ന്ന അപകടത്തിൽ ആയിരിക്കുന്നത്. ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ മാത്രമേ റോഡ് നന്നാക്കാൻ അധികൃതർ തയ്യാറാകുകയുള്ളൂ എന്ന് രാജാക്കാട് നിവാസികൾ ആരോപിച്ചു. 146.67 കോടി രൂപ മുടക്കി നിർമ്മിച്ച ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിൽ രാജാക്കാട് ടൗണിന് സമീപം കളിക്കൽപ്പടിയിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നിട്ട് മാസങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താതെ അധികാരികൾ അവഗണിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ റോഡിലെ കളിക്കൽപ്പടി ഭാഗത്ത് ക്രാഷ് ഗാർഡ് ബാരിയർ ഉൾപ്പെടെ 30 അടി താഴ്ചയിലുള്ള പാടത്തേക്ക് ഇടിഞ്ഞു താഴ്ന്നത്. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് വീതി കൂട്ടി പുനർനിർമ്മിച്ചത് 6 മാസം തികയും മുൻപായിരുന്നു റോഡ് ഇടിഞ്ഞത്. എന്നാൽ അതിനുശേഷം ഇതുവരെ ഇടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ല. 100 മീറ്റർ നീളത്തിലും 30 അടി ഉയരത്തിലും റിട്ടേണിംഗ് വാൾ കെട്ടിയിട്ട് വേണമായിരുന്നു ഈ റോഡ് നിർമ്മിക്കാൻ. പക്ഷേ ആ റിട്ടേൺ വാൾ കെട്ടാണ്ട് ഈ റോഡ് നിർമ്മിച്ചതാണ് ഈ റോഡ് ഇടിഞ്ഞു പോകാൻ കാരണം. ഈ റോഡ് ഇടിഞ്ഞു കിടക്കുന്നത് മാസങ്ങൾ പലത് കഴിഞ്ഞു. തിരിഞ്ഞു നോക്കാൻ അധികൃതർക്കായിട്ടില്ല. ഇനിയും അപകടം വിളിച്ചു വരുത്തിയതിനു ശേഷം കണ്ണു തുറക്കാനാണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ശക്തമായ മഴ ലഭിച്ചാൽ റോഡിന്റെ അപകടാവസ്ഥയിലായ ബാക്കി ഭാഗം കൂടി ഇടിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാജാക്കാട് നിന്നും എറണാകുളം, കോട്ടയം, മൂന്നാർ ഭാഗത്തേക്കും തിരിച്ചും യാത്രാ ബസ്സുകൾ ഉൾപ്പെടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളും സഞ്ചരിക്കുന്ന പ്രധാന റോഡാണിത്. എന്നാൽ അപകട ഭീഷണി ഉയർത്തുന്ന ഭാഗത്ത് റിബൺ കെട്ടിത്തിരിച്ചത് മാത്രമാണ് അധികൃതർ സ്വീകരിച്ച നടപടി. റോഡ് നിർമ്മിച്ച കരാറുകാരുടെ ഉത്തരവാദിത്തമാണ് അപകട ഭീഷണി ഉയർത്തുന്ന ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ടത്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്ന് ആരോപണവുമുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.